നമുക്ക് പോകേണ്ടത് കോവെ എക്സ്പ്രസ്സിനാണ്. കോവെ എക്സ്പ്രസ്സിന് ചെന്നൈയിൽ നിന്ന് നേരെ കോയമ്പത്തൂർക്കാണ് പോകേണ്ടത് കേട്ടോ. കോവെ എക്സ്പ്രസ് 6:10 സമയം. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 11 ഇവിടെ കാണിക്കുന്നുണ്ടോ? ആ റെയിൽവേ ടൈം ടേബിളിൻ്റെ ഈ സ്ക്രീനിൽ 6:10 പ്ലാറ്റ്ഫോം നമ്പർ 11 കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. നമ്മളപ്പോൾ ട്രെയിനകത്ത് കയറി സീറ്റ് കിട്ടിയിട്ടില്ല. ഒരു ചേട്ടൻ മുകളിൽ ബർത്തിൽ കയറിയിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ചേട്ടൻ താഴെ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞു ട്രെയിൻ ഓടിത്തിറങ്ങാൻ പുള്ളി മുകളിലേക്ക് കയറി കിടന്നുറങ്ങാൻ പോവാണ്, അപ്പോൾ താഴെ പുള്ളിയുടെ സീറ്റിലിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുക. മുകളിൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ആൾക്കാരിങ്ങനെ പറഞ്ഞു. ഒരു ചേട്ടൻ മുകളിൽ ബർത്തിൽ കയറി കിടന്ന് ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കാരണം വേറെ ആൾക്കാർ വന്നിട്ട് അവിടെ സീറ്റിലിരിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കയറി ബർത്തിൽ. ഓരോരുത്തന്മാർ ഇങ്ങനെ ഇറങ്ങി രാവിലെ. അല്ലെങ്കിൽ ട്രെയിൻ എടുക്കണവരെ താഴെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളി മുകളിൽ കയറി കിടക്കും. പുള്ളിയോട് പലവട്ടം ഞാൻ പറഞ്ഞു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ മനസ്സിലാവുക ആൾക്കാർ. ഓരോരോ ട്രെയിന് എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. 6:10 ട്രെയിൻ എടുക്കുന്നത്. ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2:15 ആ സമയമാകുമ്പോഴേക്കും കോയമ്പത്തൂരെത്തും. പിന്നെ അവിടുന്ന് നേരെ വേറെ ട്രെയിൻ എറണാകുളത്തേക്ക് കയറാമെന്നുള്ള തീരുമാനത്തിലാണ്. നമ്മളെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കോയമ്പത്തൂർ എത്തിയിട്ടില്ല. പോകുന്ന വഴിക്ക് 2 സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. കൈയും കാലൊക്കെ മരയിച്ചിട്ട് പോയി. ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ചോളം വേവിച്ച് കൊണ്ടിട്ട് കണ്ടത്. അത് വിഷമിട്ട് പോയി. തലവേദന എടുക്കേണ്ടി. അപ്പോൾ ചോളം കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് 10 രൂപ ചോളം. അത് ഞാൻ ഇതിക്ക് മുമ്പ് ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കണം. നല്ല ചൂടുണ്ടോ? ഇതിൽ പിന്നെ മുളകും ഉപ്പൊക്കെ കൂടിയൊരു പൊടിയുണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല.
കാരണം ഈ ബർത്തിലിരിക്കണവരുണ്ട് ഈ സാധനം പൊടിയും മുളക് പൊടിയും ഇതൊക്കെ താഴേക്ക് വീണാൽ ആൾക്കാരുടെ കണ്ണീരൊക്കെ പോയി ആകസിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കോയമ്പത്തൂരിലുള്ള ട്രെയിൻ തന്നെയാണ്. ചെന്നൈയിൽ നിന്ന് ഇതുവരെ ട്രെയിൻ കോയമ്പത്തൂർ എത്തിയിട്ടില്ല. ഏകദേശം ഒരു 2 മണി കഴിയും കോയമ്പത്തൂർ എത്തുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ ഫുഡൊക്കെ കഴിക്കണം. ഒരു ചോള ഇതിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അതുകൂടാതെ ഇന്നലെ രാത്രി ഞാനൊരു പുട്ട് ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള പുട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് റാഗിയുടെ പുട്ടും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ പുട്ടും ചേർന്നു. അപ്പോൾ റാഗിയുടെ പുട്ട് ഇന്നലെ കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നില്ല. പിന്നെ വയറ് നിറഞ്ഞു പെട്ടെന്ന്. പിന്നെ ഗോതമ്പിൻ്റെ പുട്ട് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അത് ബാഗിൽ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് കേടായിട്ടുണ്ടായില്ല. അതെടുത്ത് വെച്ചു. ഗോതമ്പിൻ്റെ പുട്ട് രസമുണ്ട്, കഴിക്കാൻ രസമുണ്ട്. എല്ലാവരും ഉണ്ട്. ഞാനപ്പോൾ ഈ ബർത്തിൻ്റെ മുകളിലാണ്. കോയമ്പത്തൂർ എത്തിയിട്ട് അവിടെ നിന്ന് നേരെ വേറെ ട്രെയിന് അങ്കമാലിക്ക് അല്ലെങ്കിൽ ആലുവയ്ക്ക് കയറണം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഏകദേശം 2 മണി കഴിയും. 2 മണിക്കെങ്ങാണ്ട് ഒരു ട്രെയിൻ ഉണ്ട്, പക്ഷെ അത് കിട്ടാൻ സാധ്യതയില്ല. ഏകദേശം 3 മണി ആ സമയത്തൊക്കെ ആയിട്ട് ട്രെയിനുണ്ട്. അപ്പോൾ അതിന് കയറാമെന്ന് വിചാരിച്ചിരിക്കണം. വിശന്നിട്ട് കുഴപ്പമില്ലായിരുന്നു. ആ ഫുഡ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് കേടാവുന്ന തേങ്ങയൊക്കെ ഇട്ടുന്ന നേരണ്ട് കേടാവെന്ന് വിചാരിച്ചു. പക്ഷേ കേടായിട്ടില്ല. പിന്നെ അവർ എന്തോ പുട്ടിൽ നമ്മളിന്നലെ വീഡിയോ എടുക്കാൻ നേരത്ത് ആ പുള്ളി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാളുടെ മുഖമൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ല പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. പുട്ട് മേക്ക് ചെയ്യുമ്പോൾ അവർ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തേങ്ങ ഇടും. 2 ടീസ്പൂൺ 3 ടീസ്പൂൺ തേങ്ങ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് അവർക്ക് ബൂസ്റ്റിൻ്റെ പൊടിയാണ് ബോൺവിറ്റിൻ്റെ ആണ് പൊടി ചേർക്കും കുറച്ച്. എന്നിട്ട് നമുക്കൊരു കവറിലാക്കി തരും. അതിൻ്റെ മേക്കിങ്. ബൂസ്റ്റിൻ്റെ ചൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മറക്കും. അങ്ങനെ ഒരു പ്രശ്നം. സേലം സ്റ്റേഷൻ കഴിഞ്ഞു. കോയമ്പത്തൂർക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ദൂരോടെയുണ്ട്. ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിട്ട് സമയം 11:30. ഇപ്പോൾ ഇനി ഒരു 3 മണിക്കൂർ, ഏകദേശം 2 മണി 2.5 മണിക്കൂർ കൂടി ഉണ്ട്.
2 മണി കഴിയുമ്പോഴേക്കും കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തും. അവിടുന്ന് 2:45 ഒരു ട്രെയിനുണ്ട്, പിന്നെ 3 മണിക്കൊരു ട്രെയിനുണ്ട്. 2:45 ട്രെയിന് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആദ്യം ബർത്തിൻ്റെ മുകളിലായിരുന്നു, ഇപ്പോൾ താഴെ സേലത്ത് വെച്ചിട്ട് കുറച്ച് പേര് ഇറങ്ങിപ്പോയി. ഇപ്പോൾ താഴെ സീറ്റ് കിട്ടിയപ്പോൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വല്യമ്മയുണ്ട്. ആ വല്യമ്മേനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ആ പുള്ളിക്കാരത്തിയുടെ പേഴ്സണൽ ലൈഫിലുള്ള ഫ്രസ്ട്രേഷനൊക്കെ എൻ്റെ പേർക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാഗ് ബർത്തിൻ്റെ മുകളിലാണ് ഇരുന്നത്. അപ്പോൾ വേറെ ഒരാൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാൾക്ക് ഇരിക്കണം, ബാഗ് ഇറക്കാൻ പറഞ്ഞു താഴേക്ക്. പിന്നെ ബാഗ് ഇറക്കി താഴെ വെച്ചപ്പോൾ ഈ വല്യമ്മ പറയണ പുള്ളിക്കാരത്തേക്ക് കാല് വെക്കാനുള്ള സ്ഥലമില്ല, ബാഗ് എടുത്ത് മാറ്റണമെന്ന് മുകളിലേക്ക് ആകാശം. കാരണം അടുത്ത കൈക്ക് ഞാൻ മലയാളത്തിൽ എനിക്കറിയാവുന്ന തമിഴ് ഭാഷയിലൊക്കെ കൂടിയിട്ട് ഞാൻ പറഞ്ഞു പറ്റില്ല, ബാഗ് ഇവിടെ ഇരിക്കുള്ളൂ, ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, അല്ലാതെ പ്രൈവറ്റ് ബസ്സൊന്നുമല്ല. ഇങ്ങനെ പറയേണ്ടത്. എല്ലാ പ്രായമുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഫ്രസ്ട്രേഷനൊക്കെ ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ മേത്തേക്ക് തീർക്കാനായിട്ട് അവരെന്തെങ്കിലും കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല രസകരമായിട്ടുള്ള മല കേട്ടോ, ഒരു വലിയ മലയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ആ വെയിലൊക്കെ ഉണ്ട്. വല്യമ്മയാണ് പ്രശ്നം. ഇപ്പം കണ്ടില്ല, ആ പുള്ളിക്കാരത്തിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് ഫോൺ ചെയ്യും, ആരാണ്ടേക്ക് വിളിച്ചിട്ട് ഏതാണ്ടൊക്കെ പറയും. പിന്നെ അതിന് സമയം കിട്ടുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. മരത്തിൻ്റെ മുകളിലിരുന്നപ്പോൾ പുള്ളിക്കാരത്തി പ്രശ്നമായിരുന്നു, കാല് നീട്ടി വയ്ക്കരുതെന്ന് പറഞ്ഞ പ്രശ്നം. ഓരോരോ പ്രശ്നമാണ് തോന്നുന്നു. അവരുടെ വീട്ടിലെ പേഴ്സണലായിട്ടുള്ള ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ വഴി കാണുന്നവരോട് തീർക്കൂലേ, അതേപോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ പോണ വഴിക്ക് കണ്ട ഒരു കിടില പിന്നെ ഒരു സ്ഥലമാണ് കേട്ടോ പോണ വഴിക്ക്. നമ്മളിപ്പോൾ സേലം കഴിഞ്ഞു കാവേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലം. കാവേരി നെൽപ്പാടം, കിടിലൊരു നെൽപ്പാടം ഇതൊക്കെ കാണുന്നുണ്ട്.
കാവേരി നദി. അത് മറ്റേ കാവേരി നദിയാണ്. നമ്മളിപ്പോൾ കണ്ടത് കാവേരി നദിയാണ്. നമ്മളിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിപ്പോൾ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:50 കഴിഞ്ഞു. 2:05 സമയം പറഞ്ഞായിരുന്നു ഈ ട്രെയിന് കോയമ്പത്തൂർ സ്റ്റേഷനിൽ. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വേറെ ട്രെയിൻ കയറണം. 2:50 ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കമോണ്ടർ മഹേഷാണ്. ഞാനിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാണ്. പണ്ട് ഇവിടെ ഞാൻ കോയമ്പത്തൂർ വന്നപ്പോൾ ചായ കുടിച്ചൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനി കോയമ്പത്തൂരിൽ നിന്ന് ഇനി ട്രെയിനുള്ളത് 3:45. അപ്പോൾ 3:45 ട്രെയിൻ അതിനേ ഉള്ളൂ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കുറച്ചുകൂടി ദൂരം പോകണം. അവിടുന്ന് ബസ്സുകളൊക്കെ കണക്കാം. അപ്പോൾ ഞാൻ ആ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഒരു സിനിമാസ് ഉണ്ട്, സിനിമ തിയേറ്റർ. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ചായ കട. അപ്പോൾ അവിടെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കാം. സംഭവം ഇപ്പോൾ ഈ കോയമ്പത്തൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഫോടനം ഉണ്ടായിരുന്നത്. ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനും ഭയങ്കര തിരക്കുമാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ കാർത്തിയുടെ സിനിമയൊന്നും ഓടണമല്ലോ. പിന്നെ വേറെ ഒരു പടം ഓടും. കാർത്തിയുടെ സർദാർ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടായിരുന്നു. അതാണ് ഓടുന്നത്. പിന്നെ പ്രിൻസ് എന്ന് പറഞ്ഞ പടം. പിന്നെ പൊന്നിയൻ സെൽവൻ. തിയേറ്ററിൻ്റെ പേരറിയില്ല. ഹായ്, ഞാനിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. ട്രെയിൻ 3:45 ഒരു ട്രെയിനുണ്ട്, പ്ലാറ്റ്ഫോം നമ്പർ 1. അപ്പം ഞാൻ പണ്ട് ഈ കോയമ്പത്തൂർ വരുമ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു ഷോപ്പുണ്ടായിരുന്നു, KG സിനിമാസ് തിയേറ്ററിൻ്റെ അടുത്തായിട്ട്. അവിടെ പോയി ചായ കുടിച്ചു. പക്ഷേ അവിടെ നമ്മൾ കഴിക്കാറുള്ള സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവിടേക്ക് നേരെ നടന്നു വന്നു. ഇപ്പം ഏകദേശം സമയം 3:30 ആയിട്ടുണ്ട്. 3:30 ആണ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഈ കോയമ്പത്തൂർ ഈ സ്ഫോടനം നടന്നാറുണ്ട്. ഇവിടെ നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങും പരിപാടികളൊക്കെയാണ്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങും പരിപാടികളായിട്ടുള്ള. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, എടുത്തില്ല. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് 3:45 ട്രെയിൻ. 3:50 ആവുമായിരിക്കും. ആലുവയിൽ എത്തുമ്പോൾ, ആലുവയ്ക്കാണ് എടുത്തത്, അങ്കമാലിയിൽ സ്റ്റോപ്പില്ല, ആലുവയ്ക്കാണ് എടുത്തത്. ആലുവയിൽ ഏകദേശം ഒരു 7:45 7:30 ആകുമ്പോഴേക്ക് എത്തും.
അപ്പോൾ ട്രെയിൻ വന്നു, നമുക്ക് ട്രെയിൻ കിട്ടി, സീറ്റ് കിട്ടി. നമ്മൾ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വന്നത്. ഇനി ഒരു 7:45 ആലുവ സ്റ്റേഷനിലേക്ക് എത്തും. അപ്പോൾ 3:45 ട്രെയിനിൻ്റെ സമയമായിരുന്നത്. ട്രെയിൻ പക്ഷേ ഒരു 3:58 വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് അങ്കമാലിക്ക് പോകുന്നതാണ്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ബസ് സ്റ്റാൻഡൊക്കെ കണ്ടുപിടിച്ച് ബസ്സിനൊക്കെ കയറിയുമ്പോഴേക്കും ഏകദേശം 3:45 അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ തന്നെ കയറാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വിചാരിച്ചു ട്രെയിൻ കുറവായതുകൊണ്ട് സീറ്റ് കിട്ടാനായിട്ട് സാധ്യത കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സീറ്റ് ഇഷ്ടമായിരുന്നു, ട്രെയിന് ഇഷ്ടമായിരുന്നു. സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ട്രെയിനപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തു. നമ്മളപ്പോൾ ആലുവ എത്തി കേട്ടോ. ആലുവ ട്രെയിൻ എത്തി, ആലുവയിൽ ഇറങ്ങാൻ പോകണം. ആലുവയിലെത്തി. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു നമ്മൾ ഇരുന്നിറന്ന്. ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ KSRTC കയറി നേരെ അങ്കമാലിക്ക് പോകണം. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, മൊത്തം ഇരുട്ടാണ്, അതാരണ്ട് ഒന്നും കാണാൻ പറ്റണില്ല. ഏകദേശം 7 മണി കഴിഞ്ഞു. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. 7:45 എത്തുന്നുള്ള രീതിയിലാണ് കാണിച്ചിരുന്നത്. പക്ഷേ അതിക്ക് മുന്നേ ഇവിടെ ആലുവയിലെത്തി സംഭവം. ട്രെയിനാണ് നമ്മൾ പോകുന്നത്. ഇറങ്ങിക്കൊണ്ടിരിക്കാം. പത്ത് 15 ദിവസം മുമ്പ് നമ്മൾ 10-15 ദിവസം മുമ്പ് കേരളത്തിൽ നിന്ന് പോയതാണ്. ഇതാണ് തിരിച്ചു തന്നെ ഇപ്പോൾ ആലുവ എത്തി. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. KSRTC സ്റ്റാൻഡ് എത്തി. ആലുവ KSRTC സ്റ്റാൻഡ് എത്തി. ഇവിടുന്ന് നേരെ അങ്കമാലിക്ക് ഇനി ബസ് കയറണം. പഴയ KSRTC സ്റ്റാൻഡ് പൊളിച്ചിട്ട് പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ വർഷമായി പണിത് തീർന്നിട്ടില്ല.
ഫാസ്റ്റ് തൃശ്ശൂർ ഒരു ഫാസ്റ്റ് അങ്കമാലി ഫാസ്റ്റ് പാസഞ്ചറിൽ ഒരു അങ്കമാലി ബസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കയറാമെന്ന് വിചാരിച്ചാൽ ഇതിന് കയറാം. ഇത് വേറെ വരണ്ട, ഇതിന് തന്നെ കയറാം. ഒന്നില് സീറ്റ് ഉണ്ട്. അപ്പോൾ ബസ് കിട്ടിട്ടോ, ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് കിട്ടി. അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് കിട്ടില്ല. നല്ല അത്യാവശ്യം തിരക്കുണ്ട്. നല്ല തിരക്കല്ല, അത്യാവശ്യം തിരക്കുള്ളവരുണ്ട്. സീറ്റൊന്നും കിട്ടില്ല. പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അങ്കമാലി KSRTC സ്റ്റാൻഡിലെത്തി പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. കൂട്ടുകാരനെ ഒന്ന് വിളിക്കണം, അവനെവിടെയാണെന്ന് ചോദിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ TV ജംഗ്ഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ നടന്നു വന്ന് ഇങ്ങനെ TV ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കൂട്ടുകാരൻ, വേറൊരു കൂട്ടുകാരനുണ്ട്. ഇവർ രണ്ടുപേരാണ് വണ്ടിക്ക് വരുന്നത്. അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവരിപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. TV ജംഗ്ഷനിലാണ് നിൽക്കണത്. ഇതാണ് TV ജംഗ്ഷൻ. കടകളൊക്കെ ഷട്ടർ ഇട്ടു ഓൾറെഡി. എല്ലാ കടകളും അടച്ചു. ഇനി ഇവിടെ ചില സൂപ്പർ മാർക്കറ്റുകളൊക്കെ അടയ്ക്കാനുള്ളൂ. അപ്പോൾ അവരിപ്പോൾ വരുന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം. ഇപ്പം സമയം ഏകദേശം ഒരു 8:30 ആവാറായി. 8:30 ആവാറായി. അപ്പോൾ വെയിറ്റ് ചെയ്യണം. ശരിക്കും ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ ദൂരമുണ്ട്. ശരിക്കും വീട്ടിലേക്ക് ഒരു 18 കിലോമീറ്റർ ദൂരമുണ്ട്. അവർ വരണത് നോക്കി ഇങ്ങനെ ഇരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി മിക്കപ്പോഴും ഈ സമയമാകുമ്പോഴാണ് വരാറ്. ഈ സമയമൊക്കെ കഴിയും. ഇപ്പോൾ വീട്ടിൽ പോണ ദിവസങ്ങളിൽ വരുമ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ഉള്ള നമ്മുടെ വീടിൻ്റെ റൂട്ടിലേക്കുള്ള എല്ലാ ബസ്സുകളും പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചാണ് പോവാറ് സാധാരണ രീതിയിൽ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതാണ്. അങ്ങനെ ഒരു 10 വർഷമായെന്ന് തോന്നുന്നു മഹാരാജാസ് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പം അന്ന് നമ്മൾ ഇവിടെ നിന്നാണ് ലിഫ്റ്റ് അടിച്ച് പോകണേ. ബൈക്കുകാരെ കൈ കാണിച്ചിട്ട് നിർത്തി അവർ പോണ അത്രയും ആ ബൈക്ക് അവർ പോണ അത്രയും ദൂരം അവരുടെ ബൈക്കിന് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ വേറെ ബൈക്കിന് അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ വീട്ടിലെത്താറാണ് പതിവ്. അപ്പം അതേപോലെ നോക്കി നിൽക്കണ പോലെ ഫീൽ ചെയ്യണം. നമ്മൾ ബൈക്കുകളൊക്കെ നോക്കി നിൽക്കില്ലേ, അതേപോലെ ഫീൽ ചെയ്യും. കൂട്ടുകാരൻ അവൻ ഇവിടെ ഒരു ILTLസിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അവിടെയാണ് അവൻ വർക്ക് ചെയ്യണത്. ഞാൻ വരുന്നതാട്ടോ അവന്മാർ. ഇത് ബാഗ് എൻ്റെ ദൈവമേ, ഇത് 2 പേരുണ്ട് വലിക്കാ.
അപ്പോൾ നമ്മൾ ഇവർ വന്നു. അപ്പോൾ പോവാം. ട്രിപ്പിൾ അടിച്ച് എവിടെ കയറ്റിക്കണോ? നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കണ്ട. നീ എങ്ങോട്ടാ തൃശ്ശൂർക്ക് പോയിന്ന് പറഞ്ഞ? കാറുണ്ടോ? ഏത് കാറ്? ബെൻസാ? ആ ബെൻസ് ഇതുവരെ നന്നാക്കി തീർത്തില്ലേ? ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടിരിക്കുക. 3 പേരുണ്ട്. വഴിയിൽ വെച്ച് പോലീസ് പിടിച്ചാൽ പണിയാവും. ആ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, യൂദാപുരം പള്ളി എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് നേർച്ചയും പരിപാടികളൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ്. അവിടുത്തെ പെരുന്നാളാണ്. അത് ഒക്ടോബർ 25 അത് 26? അതെ, നാളെയാണോ? ഒക്ടോബർ 25, 26, 27 എന്ന് പറഞ്ഞിട്ട് 4 ദിവസം വന്നു. അങ്ങനല്ലേ? പെരുന്നാളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ല. ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലോ. ബാക്കിലേക്ക് സ്കൂട്ടർ മറിയില്ലല്ലോ കനം കൊണ്ട്. എന്താ പെരുന്നാളാണ്, പെരുന്നാള്. മാസ്ക് ഒന്നും ഇല്ലാത്ത ഒരു പെരുന്നാൾ കാണുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണല്ലേ. ആളുണ്ടല്ലോ. ഇവിടെ നിർത്തണ്ട, നേരെ വിട്ടേ. ഈ ആ സൈഡിൽ കൂടെ വേണമെങ്കിൽ കയറ്റി വിട്ടോ. രഥം വലിയൊരു സംഭവം. അവിടെ നേരത്തെ നിർത്തിയേക്കണ്ടോ? ഇന്നില്ലല്ലേ? അല്ലെങ്കിൽ ഇവിടെ കയറി കൊണ്ടിട്ട് പോയിരുന്നു. നല്ല വിശപ്പ്. വണ്ടി സോറി സാറേ, ഞാൻ ഓടിയ കേട്ടില്ല, ഞാൻ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ ഊട്ട് നേർച്ച സദ്യയൊക്കെ ഉണ്ട്. അത് നാളെയാണുള്ളത്. ആദ്യം അപ്പം 2-3 ദിവസം ഉണ്ടായിരുന്നല്ലോ നേർച്ച സദ്യ ഇല്ലേ? എനിക്ക് മുമ്പ് 2 ദിവസം ഉണ്ടായില്ലേ? ഉണ്ടായിട്ടില്ല. പെരുന്നാളിൻ്റെ ലൈറ്റും ബൾബും സാധനങ്ങളൊക്കെയാണ് വഴി നീളാൻ. ഞങ്ങളിപ്പോൾ മഞ്ഞപ്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മഞ്ഞപ്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞങ്ങളിവിടെ സോഡാ സർബത്തൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തി. പിന്നെ സോഡാ സർബത്ത് കുടിച്ച് കഴിഞ്ഞു. അവസാനം വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിലേക്ക് കയറുള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ സ്വന്തം കമോൺട്ര മകേഷ്.